ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായത് ഗസ മേഖലയിൽ നിന്നാകട്ടെ. അപ്പോൾ ഗസ ഒന്ന് പുനർനിർമ്മിക്കണമെങ്കിൽ അവിടുത്തെ ആളുകളെ മുഴുവൻ വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വരില്ലേ? മാറ്റേണ്ടി വരുമെന്ന് ഒരു 3-4 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അതായത് ഇന്തോനേഷ്യക്കടുത്തുള്ളൊരു ദ്വീപിലേക്ക് ഇവരെ മാറ്റാൻ അമേരിക്ക ആലോചിക്കുന്നു എന്നായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞത്. അത് ട്രംപ് തന്നെ പറഞ്ഞ ഒരു കോട്ടെടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ വന്ന് കുറേ ഇവിടെ ഹമാസിനേക്കാളും വലിയ ഹമാസ് ഇവിടെ ഉണ്ടല്ലോ, അവർ വന്നിട്ട് ഭയങ്കര ചിത്തവിളിയായിരുന്നു. ചുമ്മാ അങ്ങ് തള്ളി മറിക്കുകയാണ്. അവരോട് കൂടി പറയുക, ഇവിടുത്തെ ഹമാസ് ഭീകരന്മാരോട് കേൾക്കാനാണ്. അതായത് ഇന്നലെ ട്രംപ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിമാനം, അമേരിക്കൻ പ്രസിഡന്റ് വിമാനം അറിയാമല്ലോ, എയർഫോഴ്സ് വണ്ണിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ട്രംപ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്, ഗാസ പുനർനിർമ്മിക്കണം. ഗാസ ഇന്നൊരു ഗാർബേജാണ്, ചവറുകൂനയാണ്, എല്ലാം തവിടുപൊടിയായി തകർന്നു കിടക്കുകയാണ്. അവിടെ മനുഷ്യന് പോയി താമസിക്കാൻ പറ്റില്ല. നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകർന്ന കോൺക്രീറ്റ് കൂമ്പാരമാണ്. ഇനി ഒന്നുമില്ല, അവിടെ തീർന്നു. ഹമാസ് ജയിച്ചേ എന്നൊക്കെ പറയുന്ന ഇന്ന് ഇവിടെ വീരവാദം മുഴക്കുന്നവരോടാ. ഇല്ല, ഗാസ തവിടുപൊടിയായിപ്പോയി, അതൊരു ഗാർബേജാണ്, അതിനെ ക്ലീൻ ആക്കണമെങ്കിൽ ഗാസയിൽ താമസിക്കാൻ പോകുന്ന ആളുകളെ മുഴുവൻ അവിടെ നിന്ന് മാറ്റണം. ഇവരെ മുഴുവൻ അവിടെ കൊണ്ട് താമസിപ്പിച്ചാൽ പണിയാൻ പറ്റത്തില്ല. ഒരു നഗരം, ഒരു രാജ്യം, അല്ലേ, ഒരു രാജ്യമാണല്ലോ, ഒരു രാജ്യത്തിൻ്റെ ഭാഗമാണ്. അത് മുഴുവൻ തവിട് പൊടി കിടക്കുക. 2-3 ലക്ഷം ആളുകളുണ്ട്. പുനർനിർമ്മിക്കണം. 2-3 ലക്ഷമല്ല, 15 ലക്ഷം ആളുകളെന്നാണ് ട്രംപ് പറയുക. 1.5 മില്യൺ എന്നാണ് ട്രംപ് ഉപയോഗിച്ച വാചകം ഈ എയർഫോഴ്സ് വണ്ണിലെ പത്രസമ്മേളനത്തിൽ. ഇവരവിടെ നിന്നാൽ ഇത് പുനർനിർമ്മിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവരെ റീലൊക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവരെ ഇവിടുന്ന് മാറ്റണം. അത് തന്നെയാണ് നമ്മളും പറഞ്ഞത്. റീലൊക്കേറ്റ് ചെയ്യാൻ ആലോചിക്കുന്ന ഒരു സ്ഥലം ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ടുള്ള ഒരു ദ്വീപിലേക്ക് ഈ 15 ലക്ഷം ആളുകളെ മാറ്റാൻ ആലോചിക്കുന്നു എന്നാണ് നമ്മൾ ചെയ്തത്. അതിപ്പോൾ വന്നിട്ടിപ്പോൾ ട്രംപ് ഇന്തോനേഷ്യ മാറ്റി വെച്ചു വന്നത്. ട്രംപ് ഇപ്പോൾ 2 സ്ഥലങ്ങൾ പറയാം. ഇവരെ ആര് സ്വീകരിക്കണം എന്നറിയാമോ? ഈജിപ്തും ജോർദാനും സ്വീകരിക്കണം. ഈജിപ്തിനോട് പറയുന്നത്, ജോർദാനെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ജോർദാനിലെ അബ്ദുള്ള 2ാമൻ രാജാവുമായിട്ട് സംസാരിച്ചു. രാജാവ് ഞാൻ പ്രസിഡൻ്റ് ആയതിനുള്ള അഭിനന്ദനമൊക്കെ എന്നെ അറിയിച്ചു. പക്ഷേ എനിക്ക് ജോർദാൻ രാജാവിനോട് പറയാനുള്ളത്, നേരത്തെ പ്രശ്നം ഉണ്ടായപ്പോൾ കുറച്ച് പലസ്തീൻ അഭയാർത്ഥികളെ രാജാവ് സ്വീകരിച്ചിട്ടുണ്ട്. അത് കൊള്ളാം, വളരെ നല്ല കാര്യം. ഞാൻ അതിന് അബ്ദുള്ള രാജാവിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. എന്നാൽ കൂടുതൽ ഗാസക്കാരെ, പലസ്തീനികളെ ജോർദാനിലേക്ക് എടുത്താൽ എനിക്ക് വലിയ സന്തോഷമായിരിക്കും. കുറച്ച് എന്തായാലും അല്ലേ, എനിക്ക് സ്നേഹം കൂടും, അങ്ങയോട് എനിക്കുള്ള സ്നേഹം കൂടും. ഗ്യാസ സ്ട്രിപ്പ് മുതൽ ഗാസ മുനമ്പ് മുഴുവൻ ഇപ്പോൾ കൂട്ടക്കുഴപ്പത്തിലാണ്. ഇവരെ ആരെങ്കിലും കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്താണ്? എനിക്ക് ഗാസ ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ ആലോചിക്കുന്ന ഗാസ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഡെറിപ്സ്, ഈ തകർന്നു കിടക്കുന്നത് മാത്രം മാറ്റലല്ല ട്രംപ് ഉദ്ദേശിക്കുന്നത്. ഗാസയിൽ നിന്ന് ലവന്മാരെ മൊത്തം മാറ്റണം. അബ്ദുള്ള രാജാവേ, എനിക്ക് അങ്ങയോടുള്ള സ്നേഹം കൂടും. നിങ്ങൾ പണ്ട് കുറേ പേരെ താമസിപ്പിച്ചതുപോലെ മുഴുവൻ പേരെ അങ്ങോട്ട് എടുത്താൽ എനിക്ക് സ്നേഹം കൂടും. എന്നിട്ട് ട്രംപ് തീർന്ന് വേറെ പറഞ്ഞു, എനിക്കിവിടെ വൃത്തിയാക്കിയേ പറ്റുള്ളൂ. വൃത്തിയാക്കൽ എന്ന് പറയുന്നത് കോൺക്രീറ്റ് വൃത്തിയാക്കൽ മാത്രമല്ല ട്രംപ് ഉദ്ദേശിക്കുന്നത്, ലവന്മാരെ കൂടെ കൊണ്ടുപോകണം. എന്ത് പറഞ്ഞു? അടുത്ത സെൻറ്റൻസ് എന്തറിയോ? എയർഫോഴ്സ് വൺ പ്രസ് മീറ്റിൽ പറഞ്ഞത്, അറബ് രാജ്യങ്ങൾ ഇവരെ സ്വീകരിക്കണം. സമാധാനം ഈ മേഖലയിൽ ഉണ്ടാവാൻ അത് ഈ 1.5 മില്യൺ ആളുകളെ സ്വീകരിച്ചേ പറ്റൂ. അത്രയേ ഉള്ളൂ. 1.5 മില്യൺ ആളല്ലേ ഉള്ളൂ. എനിക്കൊരു 1-1.5 കോടി രൂപയെ ചിലവ് വേണം ഒരു ദിവസം തട്ടിമുട്ടി ശ്രീനിവാസൻ പറയുന്ന പോലെ. 1.5 മില്യൺ ആളേ ഉള്ളൂ. ഇവരെ അങ്ങ് എടുക്ക്, ട്രംപ് പറയുകയാണ്. അതോടെ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ തീരും. അപ്പോൾ ട്രംപ് ഉദ്ദേശിക്കുന്ന ക്ലീനിങ് എന്താണ്? ചപ്പുചവർ നീക്കലല്ല. അതായത് ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് പോലെ ഗാസയിലുള്ള മുഴുവൻ ആളുകളെ, ഇപ്പം ഹമാസ് പച്ച യൂണിഫോം ഇട്ട് മാർച്ച് നടത്തി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചില ചാനലുകാരൊക്കെ തുള്ളുന്നുണ്ട്. ഇപ്പോൾ ട്രംപ് എണ്ണം പറയുന്നത്, അവിടെയുള്ള സകലവനെയും അടിച്ചെടുത്തുകൊണ്ട് അറബ് രാജ്യങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റിൻ്റെ പേര് അബ്ദൽ ഫത്ത് എൽ സിസി എന്നാണ്. അപ്പോൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞാൻ അബ്ദൽ ഫത്ത് എൽ സിസിയോട് സംസാരിക്കും. ഇത്രയും പേരേ ഉള്ളൂ. ഞങ്ങൾ ചുമ്മാ ഒന്നുമല്ലോ, ഈജിപ്തിന് വർഷം തോറും $1.3 ബില്യൺ അങ്ങോട്ട് തരുന്നുണ്ട് അമേരിക്ക. $1.3 ബില്യൺ തരുന്നുണ്ട്. അതുകൊണ്ട്
LCC ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് ഞാൻ പറയാൻ പോവാണ്. ഈജിപ്ത് സ്വീകരിച്ചേ പറ്റുള്ളൂ. വേണ്ടി വന്ന ഇപ്പോൾ ഈ $1.3 ബില്യൺ എല്ലാ വർഷവും ഈജിപ്തിന് കൊടുക്കുന്നുണ്ട്. കാരണം എന്നറിയോ, മുമ്പ് ഇസ്രയേലും ഈജിപ്തും കൂടെ എന്നും അടിയായിരുന്നു. അപ്പോൾ അമേരിക്കയുടെ ഒരു മധ്യസ്ഥത ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യരുത്, സമാധാനത്തിൽ പോകണം, നിങ്ങൾ തമ്മിൽ ഇനി ഫൈറ്റ് പാടില്ല എന്ന് പറഞ്ഞ് ഒരു കരാർ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ഈ കരാർ ഈജിപ്ത് അംഗീകരിച്ചാൽ ഈജിപ്തിന് എല്ലാ വർഷവും സാമ്പത്തികവും സൈനികവുമായ സഹായം തരും എന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലത്ത്. പക്ഷെ പ്രസിഡന്റ് മാറിയാലും സ്റ്റേറ്റ് തുടരുകയാണല്ലോ. അങ്ങനെ തീരുമാനമെടുത്ത് ആ തീരുമാനം ഇപ്പോഴും പാലിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് മിനിഞ്ഞാന്ന് പറഞ്ഞു, ഞങ്ങളിനി സൗജന്യമായിട്ട് ആയുധമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിലും ഈജിപ്തിലും മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അമേരിക്കയുടെ ഗുഡ് ബുക്കിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 രാജ്യങ്ങൾ ആയുധം കൊടുത്ത് സഹായിക്കുന്ന സൗജന്യമായിട്ട് കൊടുത്ത് സഹായിക്കുന്ന 2 രാജ്യങ്ങൾ ആരൊക്കെയാണ്? ഇസ്രായേലും ഈജിപ്തും. ഈജിപ്ത് ആ ലിസ്റ്റിൽ വരാൻ കാരണം ഇസ്രായേലുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാത്തതുകൊണ്ട്, എൻ്റെ അനിയനോട് വഴക്കുണ്ടാക്കാൻ നീ പോകാത്തതുകൊണ്ട് നിനക്കും കുറച്ച് തന്നേക്കാം, അങ്ങനെ ഞങ്ങളുടെ കാശുണ്ടല്ലോ, അപ്പോൾ യുവമാരെ സ്വീകരിക്കും. അത് ഞാൻ അബ്ദേൽ ഫത്ത് LCCയോട് പറയാൻ പോവുകയാണെന്ന് ട്രംപ് പറയുന്നു. ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതെനിക്ക് തോന്നുന്നില്ല, എനിക്ക് നമ്മുടെ ഇവിടുത്തെ അടുപ്പ് കൂട്ടി ചർച്ചക്കാരൊക്കെ ചർച്ച ചെയ്യുമെന്നറിയില്ല. കാരണം ട്രംപ് യുദ്ധവിരാമം ആഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. അതേ ട്രംപ് എടുക്കുന്ന നിലപാട് ഇപ്പം എന്താ? യുദ്ധം ഇസ്രായേൽ പറയുന്ന പോലെ ഒറ്റയാണ് ഇനി ഗാസയെ കാണുന്നത്. ഗസ ഇനി ഞങ്ങളുടെ ആയിരിക്കണം, അവിടെ ഹമാസ് പാടില്ല, പലസ്തീനികൾ പാടില്ല എന്ന് പറയുന്ന ആരാണ്? ഇസ്രായേലാണ്. ഇസ്രായേൽ പറയുന്ന അതേ കാര്യം തന്നെ വേറൊരു ഭാഷയിൽ ആര് പറയുന്നു? ട്രംപ് പറയുന്നു. ഇവരെ 15 ലക്ഷം ആളും മാറണം, 15 ലക്ഷം ആളുകളെ ജോർദാനും ഈജിപ്തും കൂടെ സ്വീകരിക്കണം, സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില്ലറയൊക്കെ ഞങ്ങൾ തരാം. അതോടുകൂടി ഉണ്ടാകുന്ന ഗുണം എന്താണെന്നറിയോ? ഇസ്രായേലിൻ്റെ എക്കാലത്തെയും സ്വപ്നം വിശാല ഇസ്രായേൽ എന്നുള്ളത്, ഗാസ അവരുടെ ഭാഗമാവും. ഇസ്രായേൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിനകത്ത് വേറൊരു രാജ്യം ഇനി പറ്റത്തില്ല. അങ്ങനെയാണല്ലോ ഭൂമിശാസ്ത്രപരമായി മാപ്പ് നോക്കുമ്പോൾ ഗാസ ഇരിക്കുന്നത്. അതിനി പറ്റില്ല, അത് ഞങ്ങളുടെ ആയിരിക്കണം എന്ന് പറയും. അവിടെ ജൂയിഷ് സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജൂതന്മാരെ വലിയ ദൂരം കൊണ്ട് പാർപ്പിക്കാൻ പോവുകയാണ് ആര്? ഇസ്രായേൽ. അപ്പോൾ ഒരു വിശാല ഇസ്രായേൽ എന്ന സങ്കല്പവും. അതെ, സിറിയയുടെ ഭാഗം ഇപ്പോൾ കയ്യിലുണ്ട്, ഈജിപ്തിൻ്റെ ഭാഗമുണ്ട്, ലെബനോണിൻ്റെ ഭാഗമുണ്ട്. സിറിയയുടെ ബാഗ്ദാദിന് 25 കിലോമീറ്റർ ഇപ്പുറത്ത് വരെ കയറിയിട്ടുള്ള ഇസ്രായേൽ സേന പിരിഞ്ഞു പോയിട്ടില്ല. ലെബനോണിനടുത്തുണ്ട്, ലിറ്റാനി നദിയുടെ ഇങ്ങേ കര വരെ ഇസ്രായേലിൻ്റെ കയ്യിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. സമാധാന വെടിനിർത്തലൊക്കെ ഉണ്ടായിട്ടും ഇസ്രായേൽ പോന്നിട്ടൊന്നുമില്ല, അവിടെ തന്നെ ഇപ്പോൾ ഉണ്ട് ഇസ്രായേൽ ആർമി. അപ്പം വിശാല ഇസ്രായേൽ ഉണ്ടായിക്കഴിഞ്ഞു. ഗാസ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഈ പലസ്തീനികളെ മുഴുവൻ ഒഴിവാക്കുകയും കൂടെ ചെയ്താൽ ആ മേഖലയിൽ നിത്യശാന്തി, ഒരു ശല്യം ഉണ്ടാവത്തില്ല. പക്ഷേ ഈജിപ്ത് പറഞ്ഞു അത് ശരിയാവത്തില്ല. അതാണ് ഏറ്റവും ശ്രദ്ധേയം കേട്ടോ. അത് ഈജിപ്ത് പണ്ടേ പറഞ്ഞല്ലേ, അഭയാർത്ഥികൾ ഞങ്ങൾ വിദേശകാര്യമന്ത്രി പറഞ്ഞു അത് ശരിയാവത്തില്ല, കാരണം അവർ തന്നാൽ ഞങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞു. മുസ്ലിം രാജ്യമാണ്. അതാണ് പോയിന്റ്. അതായത് ഈജിപ്തിനോട് ഇവരോട് സിമ്പതി ഒക്കെ ഉണ്ട്, സഹതാപമൊക്കെ ഉണ്ട്. പക്ഷെ അവർ ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വന്ന അവന്മാർ ഞങ്ങൾക്ക് പാരയാണ് അല്ലേ, അവരുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു. അതുകൊണ്ട് ട്രംപ് എന്തൊക്കെ പറഞ്ഞാലും തൽക്കാലത്തേക്കാണെങ്കിലും സ്ഥിരമായിട്ടാണെങ്കിലും അവരെ ഇവിടെ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് ട്രംപ് അണ്ണ എന്ന് ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ അബ്ദേൽ ഫത്ത് LCCയുമായിട്ട് ഒഫീഷ്യലി ട്രംപ് സംസാരിച്ചിട്ടില്ല. സംസാരിക്കുന്നതിന് മുമ്പ് ഈ എയർഫോഴ്സ് ഫണ്ടിൽ നടന്ന പ്രസ് മീറ്റിൻ്റെ കാര്യം കേട്ടറിഞ്ഞിട്ട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഇത് കൂടാതെ ഈ എയർഫോഴ്സ് ഫണ്ട് വിമാനത്തിൽ വെച്ച് വേറൊരു സംഭവം കൂടെ നടന്നു. അതിപ്പോൾ യുദ്ധമൊക്കെ തീർന്നല്ലോ. അപ്പോൾ ട്രംപ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു കാര്യം കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ബൈഡൻ സർക്കാർ ഒരു തീരുമാനം എടുത്തായിരുന്നു. അതായത് MK-84 ബോംബ്സ് അതിമാരകശേഷിയുള്ള ബോംബാണ്. ഈ ബോംബ് ഉപയോഗിച്ചാണ് സൗത്ത് ഗാസ മുഴുവൻ തകർത്തത്. റാഫേൽ വലിയ തോതിൽ ഈ MK-84 ബോംബ് ഇസ്രായേൽ ഉപയോഗിച്ചു. ഗാസ തവിടുകൂടിയേ പോയി. അതുകൊണ്ടാണ് ഇവിടുത്തെ ചില സിനിമാ നടന്മാർ വരെ ഓൾ ഐസ് ഓൺ ഗാസ എന്ന് പറഞ്ഞ് കാമ്പയിൻ ഇവിടെ നടത്തി. കാരണം അതിന് കാരണം ഈ സാധനമാണ്. MK-84 ഇട്ട് തവിടുകൂടിയായി കളഞ്ഞു. അപ്പോൾ ബൈഡൻ പറഞ്ഞു, ഈ MK-84 ബോംബ് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അത് നിങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിച്ചു, ഒരുപാട് സിവിലിയൻസ് മരിച്ചു, അതുകൊണ്ട് നീ ഒരൊറ്റ ബോംബും ഇസ്രായേലിന് തരത്തില്ലെന്ന് ബൈഡൻ തീരുമാനിച്ചായിരുന്നു. അപ്പോഴാണ് അപ്പോഴാണ് അവിടുന്ന് നെതന്യാഹുവിൻ്റെ ഒരു വിളി നരേന്ദ്രമോദിക്ക് വന്നത്. അണ്ണാ നമുക്കിത്തിരി സാധനം വേണമെന്ന് പറഞ്ഞത്, നമ്മൾ ഇവിടുന്ന് കപ്പലെ കയറ്റി അയച്ചത് ഓർക്കുന്നുണ്ടോ? ആ കപ്പൽ വഴിതെറ്റിപ്പോയി സ്പെയിൻ വഴിയോ മറ്റോ അവിടെ പോയിട്ട് അടുപ്പിക്കാൻ പറ്റിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായത്. അപ്പോൾ MK-84
എന്ന് പറഞ്ഞ ബോംബുകളുടെ വിതരണം ബൈഡൻ നിർത്തിവെച്ചിരിക്കുന്നു. ട്രംപ് ഇന്നലെ എയർഫോഴ്സ് വണ്ണിലെ പ്രസ് മീറ്റിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞാനിപ്പോൾ ആ ബൈഡൻ്റെ വിലക്ക് ഞാൻ മാറ്റി കേട്ടോ, ഇനി ഇഷ്ടം പോലെ MK-84 അവർക്ക് കൊടുക്കാൻ പോവാണ്. ഉടനെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇനി എന്തിനാ യുദ്ധം കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ MK-84? ഞാനിത് പറയുന്നത് ഇതും ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ കണക്ട് ചെയ്ത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ പിന്നെയും കൊടുക്കണം. അപ്പോഴത്തേക്ക് ഉടനെ ട്രംപ് പറഞ്ഞതാണ് ഏറ്റവും ശ്രദ്ധേയം, അത് ഇസ്രയേലിന് അവകാശപ്പെട്ടതാണ്. ഇസ്രയേലിന് അവകാശപ്പെട്ടതാണ് MK-84 ബോംബുകൾ. അതുകൊണ്ട് അവർക്കത് ആവശ്യം വരും, അവർക്കതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ ഇനിയും യുദ്ധസജ്ജമാക്കി നിർത്തുക എന്നുള്ളത് ട്രംപിൻ്റെ താല്പര്യമാണ്. ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? ഈ ഹമാസിനോട് തന്നെയല്ലേ, വേറെ ആരോടാ യുദ്ധം ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കാനുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഉത്തരവ് വെച്ചു. ബൈഡൻ്റെ ഉത്തരവ് റദ്ദാക്കി. MK-84 ബോംബുകൾ നമ്മളിത് സംസാരിക്കുമ്പോഴത്തേക്ക് ഇസ്രയേലിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടാവാം. ഒരു സ്പെഷ്യൽ കാർഗോ പ്ലെയിൻ അയച്ചാൽ മതിയല്ലോ, ഈ സാധനം അവിടെ ചെന്നിട്ടുണ്ടാവാം. അതുമാത്രമല്ല, മറ്റൊന്നുകൂടി ട്രംപ് അതിൻ്റെ കൂടെ കൂടിച്ചേർത്തു ഈ ബോംബ് കൊടുക്കുന്ന കൂട്ടത്തിൽ. അതായത് ഇസ്രയേലിന് ഇത് ബോംബിനൊക്കെ അവകാശമുണ്ട്, അവർക്കത് ആവശ്യം വരും. ബന്ദികളെ മുഴുവൻ വിട്ടില്ലെങ്കിൽ ഇസ്രയേൽ വീണ്ടും ഗസയെ അടിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗസയുടെ അവസ്ഥ ഒട്ടും സേഫ് അല്ല എന്ന് പറയാം. ട്രംപ് വന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല. അടി തൽക്കാലം നിർത്തിയതാണ്. ചേട്ടൻ ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു വരും. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.